ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോണിൽ ഒരു സൈലൻറ്റ് റിംഗ് ടോൺ എല്ലാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു സൈലൻറ്റ് റിംഗ് ടോൺ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് വളരെയധികം യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. കുറേ അധികം പേർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് സെറ്റ് ചെയ്യുക, എന്താണ് ഇതിൻ്റെ ഗുണം എന്നെല്ലാം നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാൻ എൻ്റെ ഐഫോൺ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ പോയി വോയിസ് മെമ്മോസ് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഈ ഒരു റെഡ് ബട്ടണിൽ ഇതുപോലെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇത് റെക്കോർഡ് ചെയ്യാം. എന്നാൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൈലൻ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം ഷെയർ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ വ്യൂ മോർ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ആസ് റിംഗ് ടോൺ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ന്യൂ റെക്കോർഡിംഗ് എല്ലാം തന്നെ ഇവിടെ ഈ റിംഗ് ടോൺ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിഫോൾട്ട് റിംഗ് ടോൺ എല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഞാൻ ബാക്ക് ചെയ്തു. ഇനി നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സൈലന്റ് റിംഗ് ടോൺ എല്ലാം ആഡ് ചെയ്തതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇതിനായി നിങ്ങൾ കോണ്ടാക്ട്സിൽ പോവുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു കോണ്ടാക്ട് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. നിവേദ് ആൻഡ്രോയിഡ് എന്നൊരു കോണ്ടാക്റ്റ് ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇത് എഡിറ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ റിംഗ് ടോൺ എന്ന ഭാഗത്ത് ഇവിടെ ഡിഫോൾട്ട് എന്ന് വന്നിരിക്കുന്നത്, ഇത് നമ്മൾ മാറ്റി ഇവിടെ ഞാൻ ഈ ന്യൂ റെക്കോർഡിംഗ് അല്ലെങ്കിൽ സൈലന്റ് റിംഗ് ടോൺ എല്ലാം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും കുറേ അധികം വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കോളെല്ലാം കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കണമെങ്കിൽ, അവർ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈലൻ്റ് ആയ ഒരു റിംഗ് ടോൺ എല്ലാം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അവർ കോൾ ചെയ്യുന്നതൊന്നും അറിയില്ല. അതിനാൽ തന്നെ ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും നിങ്ങൾക്ക് വരാതെ തന്നെ, നിങ്ങൾക്ക് ഈ സൗണ്ട് ഒന്നും വരാതെ ഇത് ഒഴിവാക്കാനെല്ലാം ഇത്തരത്തിൽ ഈ ഒരു സൈലന്റ് റിംഗ് ടോൺ എല്ലാം സെറ്റ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഇങ്ങനെ സൈലന്റ് റിംഗ് ടോൺ എല്ലാം നിങ്ങൾ ഒരു നമ്പറിന് കൊടുത്തു. ഇതിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹാപ്റ്റിക്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതായത് സൈലന്റ് കോൾ എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് വൈബ്രേഷൻ എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഈ വൈബ്രേഷൻ എല്ലാം ഡിഫോൾട്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഹാപ്റ്റിക്സ് എന്നത് നൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോണ്ടാക്റ്റിൽ നിന്നും കോൾ വരുമ്പോൾ ഇതിന് നിങ്ങൾക്ക് സൗണ്ട് ഒന്നും വരികയുമില്ല, അതുപോലെ നിങ്ങൾക്ക് വൈബ്രേഷനും വരില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങളെ ശല്യം ചെയ്യുന്നവരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലമായി കുറച്ച് പേര് അല്ലെങ്കിൽ ആരെയെങ്കിലും ഒഴിവാക്കണമെങ്കിലെല്ലാം ഈ ഒരു ടിപ്പെല്ലാം യൂസ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ടെക് ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.